നമ്മുടെ വീട്ടുകാരുടെയും നമ്മളറിയുന്ന ഈ ഇവിടുത്തെ ജനങ്ങളുടെയും വോട്ട് മുഴുവനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്ക് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കരിവന്നൂർ ബാങ്ക് കൊള്ള നടന്നപ്പോൾ ചോദിക്കാനായിട്ട് ആകെ ഒരാളുണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്മുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. അദ്ദേഹം വർഷങ്ങളായി തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ചും കേരളം കേന്ദ്രീകരിച്ചും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംസ്ഥാനത്തിനുടനീളം എല്ലാ ഭാഗത്തും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ജനക്ഷേമ പരിപാടികളും നിരാലംബരായിട്ടുള്ള ജനങ്ങൾക്ക് എല്ലാ സഹായങ്ങളും നൽകുന്ന വ്യക്തിയായതുകൊണ്ട് നല്ല രീതിയിൽ ഭൂരിപക്ഷം കൂടും എന്നുള്ളതാണ്. വിജയം സുനിശ്ചിതമാണ്. ഭൂരിപക്ഷം കൂടും. തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രിനെ ലഭിക്കും എന്നുള്ളത് നിശ്ചയമാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഭിലാഷനാണ്. ഞാനൊരു പ്രവാസിയാണ്. അപ്പോൾ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ബുർജ് ഖലീഫ ആയിരുന്നു. നിങ്ങൾക്കറിയാലോ, ആ ഒരു കെട്ടിടത്തിൻ്റെ ഏറ്റവും തുഞ്ചത്തെത്താൻ ലിഫ്റ്റ് കയറി പോവുകയാണെങ്കിൽ 2 മിനിറ്റും മുണി കയറി പോവുകയാണെങ്കിൽ കുറേ സമയമെടുക്കും. അപ്പോൾ ഈ വരുന്ന 26-ാം തീയതി നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ഡൽഹിയിലേക്ക് ലിഫ്റ്റ് കയറ്റി വിടുക. അപ്പോൾ അതിന് നമ്മുടെ എല്ലാവരുടെയും വോട്ട് സഹകരണം ഉറപ്പായിട്ടും വേണം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വോട്ട് സുരേഷ് ഗോപിക്ക്, നിങ്ങളുടെയും വോട്ട് അതുപോലെ ഉണ്ടാവണം. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വോട്ട് സുരേഷ് സാറിനാണ്. കാരണം അദ്ദേഹം ഒരുപാട് നന്മയുള്ള മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തൃശ്ശൂരിൻ്റെ ഭാവിക്ക് വേണ്ടി അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു അവസരം കൊടുത്ത് നമ്മൾ എന്തായാലും അദ്ദേഹത്തിനെ വിജയിപ്പിക്കട്ടെ. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയത്തിനാണോ കാര്യ പ്രസക്തിയുള്ള വ്യക്തിക്കാണോ പ്രാപ്തിയുള്ള വ്യക്തി ചിന്തിക്കണ്ടേ? നമ്മളങ്ങനെ ചിന്തിക്കാതെ വോട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും കഴിഞ്ഞ ഒരു കേന്ദ്ര സർക്കാർ അവിടെ കഴിഞ്ഞ 10 വർഷം ഭരണ നൈപുണ്യം തെളിയിച്ചുകൊണ്ടേയിരുന്നു. ലോകം മുഴുവൻ ആരാധിക്കാൻ തുടങ്ങി. പക്ഷെ കേരളത്തിലേക്ക് അത് കൊണ്ടുവരാൻ പാകത്തിലുള്ള പ്രതിനിധിയെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് അയച്ചു എന്ന് പറയുന്നത് വിലയിരുത്തൽ വേണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിരുന്നു. ഇത്തവണയെങ്കിലും നിങ്ങളുടെ അവസരം. നമുക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫണ്ടുകളൊക്കെ ആയിട്ടുണ്ട്. 100 കണക്കിന് പദ്ധതികളും ഇതെല്ലാം പൂർണ്ണമായിട്ട് മലയാളിക്കും യോഗ്യരായ മലയാളികൾക്ക് അവരുടെ ഉപയോഗത്തിലേക്ക് എത്തി. തിരക്കണ്ടാണ് അത് കൊണ്ടുവരേണ്ടതാരാണ്? ഡൽഹിയിലൊരു സർക്കാരുണ്ട്. ഓരോ സംസ്ഥാനത്തേക്കും
ജനപ്രതിനിധികൾ ആവശ്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി മന്ത്രിമാരൊക്കെ കാര്യങ്ങൾ സാധിച്ചു കൊണ്ടുവരാനാണ്. അങ്ങനെ എന്തെങ്കിലും അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ കാണുന്നതല്ല. ഇനി അതൊന്നുമല്ലാതെ ഒരു MP പോലും കിട്ടാനിട്ട് കേന്ദ്ര സർക്കാർ വിവിധങ്ങളായ ജൽ മിഷൻ, ഞാൻ എല്ലാ പദ്ധതിയിലും ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു. ജൽ മിഷന്റെ പൈപ്പ് പലയിടത്ത് ഇട്ടിട്ടുണ്ട്, പലയിടത്ത് ഇട്ടിട്ടുണ്ട്. ഇതിന് മുഴുവൻ പൈസയും കൊടുക്കുക. എവിടെ ചെന്നാലും കംപ്ലൈന്റ് വെള്ളം കിട്ടുന്നില്ല. ഇതാരാണ് നടപ്പിലാക്കുന്നത്? അപ്പൊ ആ നടപ്പിലാക്കേണ്ടവരെ കൊണ്ട് ഒരു സമരമുഖം തന്നെ തുറന്ന് ഇതെല്ലാം ചെയ്യിച്ചെടുക്കേണ്ടത് നിങ്ങൾ തെരഞ്ഞെടുത്തവരാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷം ഉണ്ടായി. അപ്പൊ ഇനി ജയിപ്പിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നടത്തണമെന്നാണ് എനിക്ക് ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ 10 വർഷം 2 വമ്പന്മാർ പോയി ചെയ്തതിനേക്കാൾ വളരെ മികച്ച രീതിയിൽ പണിയെടുക്കാൻ എനിക്ക് സാധിക്കും. അത് ഞാൻ ഓക്കെ ഓക്കെ. ഞാൻ കൂടെ പാർലമെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഞാൻ വന്നത് നാട്ടിലെ റിട്ടയർഡായിട്ട് വന്നിട്ട് നവംബറിൽ വന്നതാണ്. അതിനുശേഷം സുരേഷ് ഗോപി സാറിന് വേണ്ടിയിട്ട് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിമ 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 കണ്ടോണ്ടോ എടുക്കാൻ കഴിയുമോ? ആണോ?